ഇന്നലെ തലസ്ഥാനത്ത് ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച കേസിൽ ശക്തമായ തിരച്ചിലുമായി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നുവെന്ന വിവരം പുറത്തുവരുന്നു. രണ്ടുപേരെ ഇതിനകം ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തു. IP ബിനു, പാളയം സന്തോഷ്, ആറ്റുകാൽ ഉണ്ണി തുടങ്ങി ആക്രമണത്തിൽ പങ്കെടുത്ത CPM നേതാക്കൾക്ക് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം ഉണർന്നിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഏതായാലും ഇന്നലെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ അതിശക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഒപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷം വളരെ പ്രധാനമാണ്. അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ച് ഡ്രോണുകൾ അയക്കുന്നു. ആ ഡ്രോണുകൾ അമേരിക്ക തകർക്കുന്നു. ഇതെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. തലക്കെട്ടുകൾ: ഇഡി ആക്രമിച്ച CPM പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക റെയ്ഡ്. പുലർച്ചെ നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. IP ബിനു, പാളയം സന്തോഷ്, ആറ്റുകാൽ ഉണ്ണി എന്നിവർക്കായി വ്യാപകമായ തിരച്ചിൽ. പിടിയിലായത് കിരൺ നരുവാമൂട് എന്ന പ്രവർത്തകൻ. CMR എക്സാലോജി കേസിൽ കൂടുതൽ നടപടികളിലേക്ക് ഇഡി. പ്രതികളുടെ 18,36,00,000 രൂപയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. സുപ്രധാന രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തതായി അന്വേഷണ സംഘം. സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തി. മടങ്ങിവരവ് 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം. എല്ലാവർക്കും നന്ദി എന്ന് പ്രതികരണം. സ്വീകരിക്കാനെത്തി ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള പ്രമുഖർ. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. സിദ്ധരാമയ്യ രാജിവെച്ച് രാജ്യസഭയിലേക്ക്. മന്ത്രിസഭയിൽ വിശ്വസ്തരെ ഉറപ്പിച്ച് സിദ്ധരാമയ്യ. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. ഇറാനിൽ വീണ്ടും US ആക്രമണം. ബന്ദർ അബ്ബാസ് മേഖലയിൽ മിസൈലുകൾ. സ്വയരക്ഷ മുൻനിർത്തിയുള്ള ആക്രമണമെന്ന് US. തിരിച്ചാക്രമിച്ച ഇറാനും. ഡ്രോണുകൾ തകർത്തുവെന്ന് അമേരിക്ക. ഒമാനെയും ആക്രമിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. കടുത്ത നിലപാടുമായി ട്രംപ്. ഇറാന് ചുമത്തിയ സാമ്പത്തിക ഉപരോധങ്ങളിൽ ഒരിളവുമില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായാലും മാറ്റമില്ല. നിലവിലെ ചർച്ചകളിൽ അമേരിക്ക പൂർണ്ണ തൃപ്തരല്ലെന്നും ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ സമാധാന ഉടമ്പടിയുടെ കരട് രേഖ പുറത്ത്. ഹോർമുസ് കടലിടുക്ക് 1 മാസത്തിനുള്ളിൽ വീണ്ടും തുറക്കും. വാണിജ്യ കപ്പൽ ഗതാഗതം പഴയപടിയാക്കും. അമേരിക്ക മേഖലയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കും. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അവസാനിപ്പിക്കും. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഒമാനുമായി ചേർന്ന് ഇറാൻ നിയന്ത്രിക്കുമെന്നും കരട് കരാർ. സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയെ മറികടന്ന് തായ്വാൻ. വിപണി മൂലധനത്തിൽ ഇന്ത്യയെ മറികടന്ന 5ാം സ്ഥാനം. കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം $4.95 ട്രില്യൺ. 77.95 ട്രില്യൺ ഡോളറുമായി അമേരിക്കൻ വിപണി റാങ്കിങ്ങിൽ ഒന്നാമത്. തായ്വാന് ഗുണം ചെയ്തത് സെമി കണ്ടക്ടർ മേഖലയിലെ ആധിപത്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ച് മദ്രാസ് ഹൈക്കോടതി. ബക്രീദിനോ മറ്റേതെങ്കിലും ദിവസമോ പശുക്കളെയോ കന്നുകുട്ടികളെയോ കശാപ്പു ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണം. നടപടി ഹിന്ദു മക്കൾ കക്ഷി യുവജന വിഭാഗം സെക്രട്ടറിയുടെ പൊതുതാൽപര്യ ഹർജി. ആഭ്യന്തര സർവീസുകളും വെട്ടിക്കുറയ്ക്കാൻ വിമാന കമ്പനികൾ. എയർ ഇന്ത്യയും ഇൻഡിഗോയും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ സർവീസുകൾ കുറയ്ക്കും. എയർ ഇന്ത്യ 15% വരെ സർവീസും ഇൻഡിഗോ 7% വരെയും വെട്ടിച്ചുരുക്കും. വ്യോമയാന ഇന്ധനവില റെക്കോർഡ് ഉയർച്ചയിലെന്ന് വിശദീകരണം. അതിർത്തിയിൽ 6 മാസത്തിനകം ആന്റി ഡ്രോൺ സംവിധാനം. BSFന്റെ അധികാരപരിധി 50 കിലോമീറ്ററായി ഉയർത്തുമെന്നും ആഭ്യന്തരമന്ത്രി. മയക്കുമരുന്ന് വ്യാപാരവും ആയുധക്കടത്തും കർശനമായി തടയുമെന്നും അമിത്ഷാ. IPL-ൽ ചരിത്രമെഴുതി വൈഭവ് സൂര്യവംശി. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തം. ആകെ സിക്സറുകളുടെ എണ്ണം 60ആയി. മറികടന്നത് മുൻ വിൻഡീസ് താരം ക്രിസ് ഗെയിലിനെ.
CPM കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപകമായ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാവിലെ 2 പ്രവർത്തകരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് CPM പ്രവർത്തകരുടെ വീട്ടിൽ പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് ഈ കസ്റ്റഡി ഉണ്ടായത്. ഒപ്പം IP ബിനു, പാളയം സന്തോഷ്, ആറ്റുകാൽ ഉണ്ണി തുടങ്ങിയ തലസ്ഥാനത്തെ പ്രമുഖ CPM പ്രവർത്തകർ നേതാക്കൾ ഒളിവിലാണ്. പിണറായി വിജയനെതിരായ ED നീക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ ഇപ്പോൾ CPM നീക്കം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടത് മുന്നണിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും. പിണറായിക്കെതിരെയുള്ളത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ഇപ്പോൾ നേരത്തെ മുതൽ തന്നെയുള്ള ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ടും തേടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പോലീസ് വീഴ്ച അതീവ ഗൗരവമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടിട്ടുണ്ട്. ഗവർണർ DGPയെ വിളിച്ച് വിശദാംശങ്ങൾ പങ്കുവച്ചു. DGP ഗവർണറുമായി ഫോണിൽ സംസാരിച്ചു. ഒപ്പം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വിശദീകരണം തേടുകയും മറ്റും ചെയ്തു. ഏതായാലും ശക്തമായ നടപടി പോലീസ് ഈ കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രധാനപ്പെട്ട ഈ സംവിധാനങ്ങൾക്ക് നേരെ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. രാജ്യവ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, വാഹനം തല്ലിപ്പൊളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. ആ ഗൗരവം മനസ്സിലാക്കാത്തവരാണോ CPMകാർ എന്ന ചോദ്യം കേരളമെമ്പാടും ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ 2 പേർ വീണ്ടും കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഇന്നലെ ആക്രമണത്തിൽ പങ്കെടുത്ത CPMകാരാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസുണ്ട്, തെരച്ചിലുണ്ട്. 12ഓളം പേരെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അവരുടെ അറസ്റ്റും ഉടനുണ്ടാകും. അതീവ ഗൗരവതരമായ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, വ്യാപകമായ പരിശോധന തലസ്ഥാനത്ത് തുടരുകയാണോ? ഡാൻ, കേൾക്കാമോ? വ്യാപകമായ പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത്? രഞ്ജിത്ത്, പുലർച്ചെ മുതൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി, അതായത് രാത്രിയാണ് FIR പുറത്തു വരുന്നത്. FIRൽ 300 പേരുടെ പേരാണ് ഉൾപ്പെട്ടിരുന്നത്. ആ 300 പേർ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട DYFIയുടെ CPMന്റെ ചില നേതാക്കൾ കൂടിയുണ്ട്. അവരിൽ 3 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഊർജിതമായ അന്വേഷണം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ IP ബിനു, പാളയം സന്തോഷ്, അതോടൊപ്പം മുൻ കൗൺസിലർ കൂടിയായ ആറ്റുകാൽ ഉണ്ണി, ഈ 3 പേർക്ക് വേണ്ടി പുലർച്ചെ അവരുടെ വീടുകളിലെത്തി ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന നടന്നിരുന്നു. പക്ഷേ ഈ 3 പേരും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ശേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നതിനൊപ്പം ഇവരെ ഏത് വിധേനയും പിടികൂടണമെന്ന കർശനമായ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പരിശോധന തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് സമയം രക്ഷപ്പെടാനായി ലഭിച്ചു എന്നാണ് പോലീസിന് നേരെ ഉയരുന്ന ഒരു ആക്ഷേപം. കാരണം ഇതിൽ ഉൾപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ് എന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതിന് ശേഷവും അവർക്കെതിരെ കൃത്യമായ നടപടി ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു നീക്കം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. അതിനിടെ ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയ്ക്കിടയിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 2 പേരെ വട്ടിയൂർക്കാവ് പോലീസാണ് ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കിരൺ നരുവാമൂടം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിൽ, അനിൽകുമാർ വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ. ഇങ്ങനെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചു പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഈ ED ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി സുരക്ഷിതമായി പിണറായി വിജയന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പ്രധാന റോഡിലേക്ക് എത്തുന്നതിനിടയിൽ അവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നൊരു വിലയിരുത്തലിലാണ് ED കേന്ദ്രങ്ങൾ. അത്തരത്തിലുള്ള മൊഴിയാണ് അവർ അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് പോലീസിന് നൽകിയത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, കൊല്ലട എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ഓടിയെടുക്കുകയായിരുന്നു. കയ്യിൽ ഇഷ്ടികയും അതോടൊപ്പം വടിയും കല്ലുമൊക്കെ ആയിട്ടാണ് തങ്ങൾക്ക് നേരെ അവർ ആക്രമിക്കാൻ ശ്രമിച്ചത്. ചില്ലുകൾ അടിച്ചു തകർത്ത ശേഷം ഈ ഇഷ്ടിക ഗ്ലാസിന് മുകളിലൂടെ എറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് പുറമെ PDPP ആക്ടും ഇതിൽ ചുമത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് 30 ലക്ഷം രൂപ അല്ലെ ഡാൻ, 30 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ള
വിവരങ്ങൾ കൂടി റിപ്പോർട്ടുകൾ കൂടി അത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ശിക്ഷ അനുഭവിക്കുക മാത്രമല്ല ഈ പണവും അടയ്ക്കേണ്ടി വരും, കാരണം കാറൊക്കെ തല്ലി തകർത്ത കേസാണ്. തീർച്ചയായിട്ടും അതായത് ഇതിന് എത്ര രൂപയുടെ നാശനഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ഇനി ഒരു വ്യക്തത വരാനുണ്ട്. FIR-ൽ 3 ലക്ഷം രൂപയാണ്, 3 ലക്ഷം രൂപയുടെ കണക്കുകളാണ് FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ ഈ ടാക്സി ഡ്രൈവർമാർ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിട്ട് അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലയ്ക്ക് പരിക്കേറ്റവരുണ്ട്, അവർക്ക് വൈദ്യസഹായം നൽകേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഒരു അതിക്രമമായിരുന്നുവെങ്കിലും അതിൽ ഇരകളാക്കപ്പെട്ടവരിൽ CRPF ഉദ്യോഗസ്ഥരും പോലീസും അതോടൊപ്പം ഈ ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ഈ നാശനഷ്ടം കണക്കാക്കുന്നത്. അവർക്ക് ഏറ്റ പരിക്കുകൾ, അതിനുള്ള വൈദ്യസഹായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. എന്തായാലും 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം പ്രാഥമികമായി ഉണ്ടായിട്ടുണ്ട് എന്ന് FIR-ൽ തന്നെ വളരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം ഗവർണറും DGP-യോട് സംസാരിച്ചുവെന്ന് അറിയുന്നു. രാജ്യവ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഡാൻ? അത് സ്വാഭാവികമായൊരു നടപടിയാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസിയാണ്. അവർ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് ഇന്നലെ പുലർച്ചെ എത്തിയത്. രാവിലെ മുതൽ ഏതാണ്ട് 8 മണിക്കൂർ നീളുന്ന പരിശോധന. 2:40 ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ആരെയും കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ, അതായത് ഒരു പ്രകോപനപരമായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്നതിൻ്റെ സൂചന 11:30-ക്കും 12 മണിക്കും ഇടയിൽ തന്നെ പോലീസിന് ലഭിച്ചതാണ്. കാരണം അപ്പോൾ മുതൽ തന്നെ കുപ്പികളും ചെരുപ്പുകളുമൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയതോടെ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിക്കുന്ന നടപടിയും ഉണ്ടായതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്താൻ നിന്ന മാധ്യമപ്രവർത്തകരുടെ ഒപ്പം ഈ പ്രകോപിതരായി നിന്ന ആളുകൾ കൂടി ചാടി ഈ വാഹനത്തിന് മുമ്പിലേക്ക് എത്തിയതാണ് പോലീസിന് ഇവരെ കൃത്യമായി തടയാൻ കഴിയാതെ പോയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മാത്രവുമല്ല ഒരു തരത്തിലുള്ള സുരക്ഷ വേണമെന്ന കാര്യം ED ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനൊരു പരിശോധന നടത്തുന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കാണാൻ അതുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല, ഔദ്യോഗികമായി കഴിഞ്ഞില്ല. അത് ED അക്കാര്യത്തിൽ പോലീസുമായി സഹകരിക്കാതെയാണ് ഈ പരിശോധന നടത്തിയത് എന്ന് അവർ പറയുന്നത്. അതിൽ നമുക്കത് പൂർണ്ണമായി അങ്ങ് മുഖവിലേക്ക് എടുക്കാനും കഴിയില്ല. കാരണം ഇത്തരത്തിൽ നിർണായകമായ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അതീവ രഹസ്യമായി തന്നെയാണ് ED-യുടെ എല്ലാ നടപടികളും. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ ചോർന്നാൽ അത് അന്വേഷണത്തെ ഏത് തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന കൃത്യമായ ബോധ്യം എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് ED-യും കടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിക്കും. വീണ ടിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകും. ഇന്നലെ റെയ്ഡിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ വെച്ച് വീണയുടെ മൊഴിയെടുത്തത്. നിക്ഷേപങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തു, ഫോൺ പിടിച്ചെടുത്തു, HDFC ബാങ്കിലെ നിക്ഷേപങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പ്രതികളുടെ 18.36 കോടി രൂപയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾക്ക് നേരെ നടപടിയുണ്ടായി. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. ഇതിൽ വീണ വിജയന്റെ 3 അക്കൗണ്ടുകളും പെടുന്നു ഈ മരവിപ്പിച്ച കൂട്ടത്തിലെന്നാണ് വിവരം. നവമി, ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നടപടികളുണ്ട്. ഒപ്പമാണ് ED-യും മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെടുത്തു എന്ന് മനസ്സിലാക്കാമോ? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോടുകൂടി പുറത്തിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ചില രേഖകൾ, ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ വീണ വിജയന്റെ 3 അക്കൗണ്ടുകൾ, HDFC ബാങ്കിലെ ഉൾപ്പെടെ 3 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ED പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടി രൂപയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത് എപ്പോഴാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക എന്നതാണ്. എന്നായിരിക്കും ഇതിന് സമൻസ്
അതിൽ വീണയുടെ മറുപടി എന്താകും എന്നതാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഇനിയും CMRL MD വിളിച്ചു വരുത്തിക്കുമോ, ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? നേരത്തെ കഴിഞ്ഞ 2022 2 തവണയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. അന്ന് വീട്ടിൽ നടത്തിയ അന്വേഷണത്തിനിടയിലാണ് പരിശോധനയ്ക്കിടയിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. പിന്നീട് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെങ്കിലും രേഖകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം എത്താത്തൊരു സാഹചര്യമായിരുന്നു. ഇന്നലെയും അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല, ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീണയുടെ കമ്പനിക്ക് എന്ത് സേവനമാണ് നൽകിയത്? ഇത്രയും കൂടിയ തുക എങ്ങനെയാണ് ഇവർ തമ്മിൽ കൈമാറ്റം നടത്തിയത്? ഇതെല്ലാം അറിയാവുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്നലെ ശശിധരൻ കർത്തയുടെ വീട്ടിലോ ഓഫീസിലോ നടത്തിയ റെയ്ഡിൽ വീണയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതെന്തായാലും ED വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ED വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് ഈ നടപടികൾ വേഗത്തിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. CMRL MD ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. അതിനുശേഷം വീണ വിജയനെയും ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെ ED വൃത്തങ്ങൾ അറിയിക്കുന്നു. അതിനു മുൻപായി ഇന്നലെ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച വിവരങ്ങൾ വിശദമായി നോക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. അതിൽ ഇവരോട്, ഈ വീണ വിജയനോട് ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുക. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ EDക്ക് തോന്നുകയാണെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ എത്തിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനോടും CMRL ഉദ്യോഗസ്ഥരോടും പറയുക. തീർച്ചയായും. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അത് കേരളം ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അതിലൊന്ന്, ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലെ ED റെയ്ഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. 5 തവണ മാധ്യമപ്രവർത്തകർ VD സതീശനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ സതീശനുള്ളത് പാണക്കാടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് രാവിലെ ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പാണക്കാട് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ആരോപണങ്ങൾ സതീശനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കുലുകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി, ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല അല്ലേ? അതെ രഞ്ജിത്ത്, എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് മാധ്യമങ്ങൾ ഈ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി മാത്രമാണ് ഉള്ളത്. മറ്റ് ചോദ്യങ്ങളൊന്നും കേട്ട ഭാവമേ നടിക്കുന്നില്ല. മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും നോക്കി ചിരിക്കുന്നു, കൈ കാണിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ EDയുടെ അന്വേഷണം, പിണറായി വിജയന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിലടക്കമുള്ള ഈ ഒരു അന്വേഷണത്തെ ഏത് വിധേനയാണ് കോൺഗ്രസ് അവരുടെ നിലപാട് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ നമ്മൾ ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തൽക്കാലം ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയനെ ഒരു പ്രതിരോധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആഞ്ഞടിക്കുന്ന തരത്തിലേക്ക് വിഷയത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ കോഴിക്കോട് വെച്ച് പാണക്കാട് സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കും എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സൗദി ജയിലിൽ 20 വർഷത്തോളം കിടന്നിരുന്ന അബ്ദുൾ റഹീം ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വൈകാരികമായ രംഗങ്ങൾക്ക് ആ വീട് സാക്ഷ്യം വഹിക്കുന്നു. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കണ്ടതിലുള്ള സന്തോഷത്തിലാണ് അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ എന്ന് വേണം മനസ്സിലാക്കാൻ. ഉമ്മ അടക്കം അവിടെയുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് രാവിലെ എത്തിയത്. ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള പ്രമുഖർ റഹീമിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. 20 വർഷം വലിയ നീണ്ട പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു, നിയമ പോരാട്ടം നടന്നു. മലയാളികളൊക്കെ ഇടപെട്ട് 10-34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി പിരിച്ചത്. മറ്റ് പല പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട പണം പിരിച്ചെടുക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് ഇത്ര വലിയ ഒരു മടങ്ങി വരവിലെ കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ, അനീഷ്, വൈകാരികമായ വികാരനിർഭരമായ രംഗങ്ങൾക്കാണോ ആ ഭവനം സാക്ഷ്യം വഹിച്ചത്? രഞ്ജിത്ത്, തീർച്ചയായും കേരളം ഇന്ന് ബലിപ്പെരുന്നാളിന്റെ ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോടാമ്പുഴയിലെ അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് കാലം കാത്തുവെച്ച ഏറ്റവും വലിയ ഒരു പെരുന്നാൾ സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. നീണ്ട 2 പതിറ്റാണ്ടാണ് തടവറയിൽ അദ്ദേഹം ഒരു ദുരിത ജീവിതം, അല്ലെങ്കിൽ മരണം കാത്ത് കഴിയുന്ന ഒരു ജീവിതം അദ്ദേഹത്തിന് നയിക്കേണ്ടി വന്നത്. ഓരോ തവണയും
പ്രത്യാശയുടെ കിരണങ്ങൾ വരുമ്പോഴും പിന്നീട് എന്തെങ്കിലും സാങ്കേതികതകൾ പറഞ്ഞ് അത് തട്ടി മാറുന്ന ഒരു സാഹചര്യം, പലപ്പോഴും ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യം. പക്ഷേ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഈ പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം കോടാമ്പുഴയിലെ തന്റെ വീട്ടിലേക്ക് എത്താനായിരുന്നു വിധി കാത്തുവെച്ച നിയോഗം. എന്തായാലും ഒരുപാട് മനുഷ്യരുടെ സ്നേഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്നേഹപൂർണമായ സമ്പാദ്യങ്ങൾ വിനിയോഗിച്ചുള്ള സഹകരണത്തിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ സമാനതകളില്ലാത്ത ഒരു മോചന ദൗത്യമാവും നമുക്ക് ഈ സൗദിയിൽ കാണേണ്ടി വന്നത്. 34 കോടി രൂപ ചിലവഴിച്ചാണ് അദ്ദേഹത്തിന് ദിയാദനം നൽകിയാണ് അദ്ദേഹത്തിനെ സൗദിയിൽ നിന്നും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. എങ്കിൽ പോലും ഏതാണ്ട് 10-13 കോടി രൂപ വീണ്ടും ഏതാണ്ട് 50 കോടിയിൽ താഴെ രൂപയോളം തിരിഞ്ഞു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 12 കോടി രൂപ ഇനിയും അവശേഷിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ പറയുമ്പോൾ അതാണ് കേരളത്തിന്റെ കാരുണ്യം, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും മലയാളികളല്ലാത്തവരുടെയും ഒക്കെ കാരുണ്യം ഒരുപോലെ ഒഴുകിയെത്തിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ 7:32 റിയാദ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം പറന്നിറങ്ങിയത്. കോടമ്പുഴ മറ്റിലകത്ത് പിടിയേക്കുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു സ്വർണ്ണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ജീവൻ രക്ഷാ ദൗത്യം എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ ഫറൂഖിലെ വീട്ടിലേക്ക് ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ജനനിബിഡമായി മാറുന്ന ഒരു കാഴ്ച. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും എല്ലാവരോടും നന്ദി എന്ന ഒറ്റ വാക്കിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക. കാരണം നമുക്കറിയാം 20 വർഷം മുമ്പാണ് അദ്ദേഹം ഒരു സൗദി ബാലന്റെ ഒരു വധവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് വധശിക്ഷാ കേസിൽ വിധിക്കപ്പെട്ട് അദ്ദേഹം ജയിലിൽ പ്രവേശിക്കുന്ന കാലം. അന്നത്തെ കേരളമല്ല, അന്നത്തെ ആളുകളല്ല, ആളുകളെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറുന്നു, സുഹൃത്തുക്കൾ മാറുന്നു, മറ്റു കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ മാറുന്നു. അങ്ങനെ ഒരു പരിചിതമല്ലാത്ത ലോകത്തേക്ക് 20 വർഷത്തെ പ്രവാസ ജീവിതം, അതായത് ജയിലിലെ പ്രവാസ ജീവിതത്തിനൊടുവിൽ അപരിചിതമായ ഒരു ലോകത്തേക്ക് വന്ന ഒരു ആളുടെ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അമ്പരപ്പ് കൗതുകമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തിപ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയും. ആളുകളൊക്കെ ആകാംക്ഷാഭരിതരായി അദ്ദേഹത്തെ കാണാനായി നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച. അമ്മ ഫാത്തിമ, നമുക്കറിയാം പലപ്പോഴും നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. വൈകാരികമായി പ്രതികരിക്കുന്ന, ഒന്ന് കരയാൻ പോലും കഴിയാത്ത, ഇപ്പോൾ ആ അമ്മയെ ആലിംഗനം ചെയ്യുന്ന, കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത്. അമ്മ പലപ്പോഴും പറയുമായിരുന്നു നമ്മളോടൊക്കെ, എന്റെ മകനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുമായിരുന്നു. വൈകാരികമായ രംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ. 20 വർഷത്തിന് ശേഷം ഒരു മനുഷ്യൻ സ്വന്തം നാട് കാണുകയാണ്, സ്വന്തം പ്രിയപ്പെട്ടവരെ കാണുകയാണ്. എത്രത്തോളം ചിന്തിക്കാവുന്ന തലത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഏതാണ്ട് കാൽഭാഗത്തോളം അവിടെ ജയിലിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ തിരിച്ചു വന്ന് തൻ്റെ ബന്ധുക്കളെയും തൻ്റെ പ്രിയപ്പെട്ടവരെയും തൻ്റെ നാട്ടുകാരെയും തൻ്റെ നാടും കാണുന്നത്. നേരത്തെ അനീഷ് പറഞ്ഞ പോലെ സാമൂഹ്യ അന്തരീക്ഷം മാറി, ഭരണം മാറി, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറി, തലമുറകൾ മാറി. അങ്ങനെ ഒരു നാട്ടിലേക്കാണ് അബ്ദുൾ റഹീം എന്ന ഈ മലയാളി കടന്നു വരുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. നന്ദി എന്ന് മാത്രം പറഞ്ഞാണ് അബ്ദുൾ റഹീമിൻ്റെ മറുപടി. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റിലേക്കും മിസൈൽ. ഡ്രോൺ വർഷവുമായി ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അമേരിക്കയിലെ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കുന്നു. US-ന്റെ എയർബേസിലേക്ക് ആക്രമണം നടത്തിയായി IRGC ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അതായത് ഗൾഫ് മേഖലകളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകണം. കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി അമേരിക്ക ബന്ദർ ബസ്ർ മേഖലയിലേക്കടക്കം ഇറാന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലടക്കം ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ ആക്രമണമെന്നാണ് അവർ വ്യക്തമാക്കിയത്. രാജ്യത്തിന് നേരെ ആക്രമണം പ്രതിരോധിച്ചായാണ് ഇപ്പോൾ കുവൈറ്റ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ പലയിടത്തും ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പുറപ്പെടാനിരുന്ന പ്രവാസികളും ഇപ്പോൾ ആശങ്കയിലാണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, ഇറാൻ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഞങ്ങളുടെ തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അത്തരത്തിലെത്തിയിരിക്കുകയാണോ?
തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനയുടെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ മുജിതബ വ്യക്തമാക്കിയത് അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും ഗൾഫ് മേഖലയിൽ ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്താനാകില്ല, ഈ മേഖലയിലേക്ക് ഒട്ടാകെ സംഘർഷം നീളും എന്നെല്ലാം അദ്ദേഹം ഭീഷണിയായി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് തെളിവായിട്ട് കുവൈറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിലേക്ക് നടന്ന അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഈ ആക്രമണമെന്നാണ് ഇറാന്റെ സായുധ സേനയായിട്ടുള്ള IRGC അറിയിച്ചിട്ടുള്ളത്. അമേരിക്കൻ ആക്രമണങ്ങൾ അവരുടെ ഒരു എയർബേസ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. ഈ പ്രഭവ കേന്ദ്രമായിട്ടുള്ള എയർബേസിലേക്കാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് IRGC പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ കുവൈറ്റിലേക്കാണ് ആക്രമണം നടത്തിയതെന്ന് അവർ ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കുവൈറ്റിൽ ഈ പ്രസ്താവന വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുവൈറ്റിലേക്ക് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് അവരുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ എവിടെ നിന്നാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലും അറിയിച്ചിരുന്നില്ല. ഇതിൽ അവർക്കൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം വ്യക്തത കുറവുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ദിവസങ്ങൾക്ക് ശേഷം ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആദ്യമായി ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അത് ഇറാൻ തന്നെ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഇറാനുള്ളിൽ നിന്നുള്ള ആക്രമണങ്ങളായിരുന്നില്ല. ഇറാനെ പിന്തുണയ്ക്കുന്ന ചില സായുധ സേനാംഗങ്ങൾ, പ്രത്യേകിച്ച് ഇറാഖൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഒറ്റപ്പെട്ട സായുധ സേനാ വിഭാഗങ്ങൾ മാത്രമാണ് ഗൾഫ് മേഖലയിലേക്ക് ചില ഡ്രോൺ ആക്രമണങ്ങളും മറ്റും നടത്തിയിരുന്നത്. എന്നാൽ ഇതെല്ലാം വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുവൈറ്റിലെ അമേരിക്കൻ എയർബേസ് കേന്ദ്രീകരിച്ച് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതും കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആ കടുത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്ഥിരീകരിക്കാനാകുന്ന മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുകയാണ്. കുവൈറ്റിൽ പലയിടത്തും ഇപ്പോൾ നിരവധി സൈറനുകൾ ഉൾപ്പെടെ മുഴക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ എന്തെങ്കിലും ഫ്ലൈറ്റ് സർവീസുകൾ നിർത്തിയതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നതായിട്ടോ വിവരമില്ല. തീർച്ചയായും അതാണ് മലയാളികളടക്കം ഈ പെരുന്നാളിന് ശേഷം പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്കൊക്കെ വരാനിരിക്കുന്നവരാണ്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അതായത് ഇനിയും ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള ഇറാൻ അവരുടെ അത് കൃത്യമായി പാലിച്ചിരിക്കുന്നു. ഗൾഫിന് പിറകിൽ അമേരിക്കയ്ക്ക് ഒളിച്ചിരിക്കാനാവില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുജ്തബ ഖമനൈ മുന്നറിയിപ്പ് നൽകിയത്. ഇത് സംഭവിച്ചത് US ആക്രമണം ഇറാനിൽ വീണ്ടും സംഭവിച്ചതിന് പിന്നാലെയാണ്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ബന്ദർ അബ്ബാസ് മേഖലയിൽ തന്നെയാണ് വീണ്ടും ആക്രമണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. US സൈന്യത്തിന് ഭീഷണിയായതിനാൽ സ്വയരക്ഷ മുൻനിർത്തിയാണ് ആക്രമണമെന്നും മറ്റുമാണ് അമേരിക്കയുടെ വിശദീകരണം. ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ തിരിച്ച് ആക്രമിച്ചു എന്നും പറയുന്നു. ഇത് US ചെറുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള സൂചനകളും പറയുന്നുണ്ട്. മറ്റൊന്ന് മാർക്കോ റൂബിയോയുടെ ഒരു പ്രതികരണമാണ്. ചർച്ചകൾ പൊളിഞ്ഞാൽ ട്രംപിന് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നും ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡീൽ പൂർണ്ണമായും അംഗീകരിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ ആക്രമണം ഇപ്പോൾ പരിധി വിട്ടു എന്നുള്ള നിഗമനത്തിന്റെ പുറത്താണ് ഇറാൻ വീണ്ടും കുവൈറ്റ് മേഖലകളിലേക്ക്, ഇനി ഗൾഫിലെ മറ്റു മേഖലകളിലേക്ക്, UAE-യിലേക്ക് അടക്കം ആക്രമണം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്നു കാണണം. അജയ്, വീണ്ടും അമേരിക്ക പ്രകോപിപ്പിക്കുകയാണ്. ആക്രമണം ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നുവെങ്കിലും ഈ പ്രത്യക്ഷ പുരോഗതി ഈ ചർച്ചകളിൽ കാണാത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഇത്തരം നിലപാട് എന്നതുകൂടി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്ക ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. ഇറാനിലെ ചില മാധ്യമങ്ങൾ അവർ അടക്കം പുറത്തുവിട്ടിരുന്നത് ചിലപ്പോൾ ഈ ചർച്ചയിൽ പുരോഗതി ഉണ്ടായേക്കാം എന്നത് സംബന്ധിച്ച് അവർ പല വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. എന്നാലും ഇത്തരത്തിൽ ഇറാൻ ഒരു സൗഹൃദത്തിന്റെ കൈ നീട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഹോർമുസ് കടലെടുക്ക് തുറക്കും എന്നുള്ള നിലപാടടക്കം അവർ എടുക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇറാൻ
കൂടുതൽ ഒരു കാര്യങ്ങൾ മയപ്പെടുത്തുമ്പോൾ അമേരിക്ക വിഷയം കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായാലും ഇറാന് മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ട്രംപ് പറയുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും എടുത്തു കളയില്ല എന്നുള്ള ഭീഷണി മുഴക്കുന്നു. അതുപോലെ ഈ കരാർ അമേരിക്കയ്ക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്രയും വേഗം എത്തിച്ചേർന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി. അതുപോലെ അത് ഇറാനിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒമാന് നേരെ വരെ ട്രംപ് ഭീഷണി മുഴക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപേ സമാനമായിട്ടുള്ള രീതിയിൽ ബന്ദർ അബ്ബാസും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ പല മേഖലകളും കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഇറാനിലുള്ള ചില മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളിലേക്കും US ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നടന്ന ആക്രമണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാനിയൻ നിയന്ത്രണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ആക്രമണമെന്ന് നമുക്ക് കാണാനാകും. IRGC പുറത്തുവിട്ട പ്രസ്താവന അറിയിച്ച് ഇന്ന് രാവിലെ ആകെ 4 കപ്പലുകളെ ഇറാൻ തടഞ്ഞിട്ടുണ്ട്. ഈ 4 കപ്പലുകളും ഇറാന്റെ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്ക് പിന്നിടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് IRGC പറയുന്നത്. അവർക്ക് ആദ്യം മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോയത് കാരണം ഈ 4 കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തു. ഇത് കാരണം അവർ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതായിട്ടും IRGC അറിയിച്ചു. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഒമാനെയും ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ ഭീഷണി. ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം ഒരു രാജ്യത്തിനും അനുവദിക്കില്ല എന്നും US പ്രസിഡന്റ് ട്രംപ് പറയുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം ഈ കരാറിൽ വച്ചിരിക്കുന്ന ഒരു പ്രധാന വ്യവസ്ഥ ഇനിയിപ്പോൾ ഹോർമുസ് ഒമാനും ഇറാനും ചേർന്ന് നിയന്ത്രിക്കും എന്നുള്ളതായിരുന്നു. ഇറാനുമായി നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കവെയാണ് ഒമാന് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമുസ് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കിടക്കണം. ഏതെങ്കിലും ഒരു രാജ്യം നിയന്ത്രിക്കേണ്ട ഒന്നല്ല ഹോർമസ്, അത് രാജ്യാന്തര ജലപാതയാണ്. ഞങ്ങളതിൽ നിരീക്ഷണം നടത്തും. പക്ഷേ ആരും അത് നിയന്ത്രിക്കാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഒമാൻ മറ്റെല്ലാവരെയും പോലെ പെരുമാറണം ഹോർമുസിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒമാനെ തകർക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് ഒമാനെയും പ്രകോപിപ്പിക്കും, സംശയമില്ല. അപ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പുകൾ രാജ്യങ്ങൾ കടന്നു പോവുകയാണ്. അജയ്, രഞ്ജിത്ത്, ഇപ്പോൾ CNN വേൾഡിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഭീഷണി മുഴക്കുന്ന ആകെ 13ാമത്തെ രാജ്യമാണ് ഒമാൻ. ഇതിനു മുൻപേ മറ്റ് 12 രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ആകെ ട്രംപ് ഭീഷണി മുഴക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റ് 15 എന്ന് വരും എന്നാണ് CNN വേൾഡ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒമാന് നേരെയും ട്രംപിന്റെ ഒരു ഭീഷണി നിലവിൽ വന്നിട്ടുണ്ട്. ഇതിനു മുൻപേ ഒമാന്റെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ അവർ അമേരിക്കയ്ക്കും ഇറാനും ഒരു മധ്യസ്ഥരുടെ റോളാണ് വഹിച്ചു വന്നിരുന്നത്. അമേരിക്കയും ഇറാനും ആദ്യം നടത്തിയിട്ടുള്ള ചർച്ചകൾക്ക് അവർ ഒരു താവളം ഒരുക്കിയിരുന്നു. അവർ ഇരു നേതാക്കളെയും ഒക്കെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മധ്യസ്ഥന്റെ റോൾ എടുത്തു വന്നിരുന്നത് നമുക്ക് കാണാനാകും. എന്നാൽ ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇറാനും ഒമാനും കൂടി സംയുക്തമായി ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്നും ഈ ഇറാൻ പിരിക്കുന്ന ടോൾ പിരിവിന് ഒമാൻ പിന്തുണ നൽകുന്നതായിട്ടുമുള്ള ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ ഒമാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചില്ല. ഇറാനും ഇക്കാര്യം ഒമാൻ തങ്ങളെ പിന്തുണയ്ക്കുന്നതായിട്ടൊന്നും അവർ പൊതുവേദികളിൽ അങ്ങനെ ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു കാര്യമൊന്നും ഇറാനിലെ നേതാക്കൾ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇത്തരം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിലാണ് ട്രംപിന്റെ ഈ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന എന്ന് നമുക്ക് കാണാനാകും. വൈറ്റ് ഹൗസിൽ അവിടെ ചേർന്നിരുന്ന പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് ട്രംപ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ട്രംപ് പറഞ്ഞത് മറ്റ് ലോകരാജ്യങ്ങൾ പെരുമാറും പോലെ മാത്രമേ ഒമാനും പെരുമാറാനാകൂ. ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒമാന് നേരെയും തങ്ങൾ ആക്രമണം നടത്തും എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. തീർച്ചയായും അജയ് സുധാബിജ് തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും ഗൾഫ് മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ സമാധാന ഉടമ്പടി, അതിൻ്റെ ഒരു കരട് രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് 1 മാസത്തിനുള്ളിൽ തുറക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് നിയന്ത്രണം പൂർണ്ണമായും ഇറാനും ഒമാനും ഒരുമിച്ചായിരിക്കും എന്നുള്ള വിവരം കൂടി ഈ കരാറിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ സൈന്യത്തെ ഈ മേഖലയിൽ നിന്ന് ഭാഗികമായി പിൻവലിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കരാർ നടപ്പിലാക്കി
വാണിജ്യ കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരും എന്നും നിർദ്ദേശമുണ്ട്. ഇതിന് പകരമായി അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം കുറയ്ക്കണം, ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അവസാനിപ്പിക്കണം, അമേരിക്കൻ സൈന്യത്തെ എത്രത്തോളം പിൻവലിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട്. ഒപ്പം അമേരിക്കൻ സൈന്യം പിന്മാറുന്ന അനുസരിച്ച് മാത്രമായിരിക്കും ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഒമാന്റെ സഹകരണത്തോടെ സമുദ്ര വ്യാപാരം പഴയ നിലമാക്കുക എന്നത് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇറാന്റെ കൂടി ഒമാനും ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സൈനിക കപ്പലുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ ശത്രു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ഈ വഴി കടന്നുപോകാൻ അനുവദിക്കില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി IRGC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അമേരിക്ക എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാറിന്റെ ഭാവി. മറ്റു വാർത്തയിലേക്ക് പോകണം. നമുക്കറിയാം, നമ്മൾ 5 ട്രില്യൺ എക്കോണമി എന്നുള്ളത് നമുക്ക് വലിയൊരു സ്വപ്നമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ മുന്നോട്ട് വെക്കുന്ന സ്വപ്നങ്ങളിലൊന്നതാണ്. പക്ഷേ നമ്മളെ മറികടന്ന് ഒരു ചെറിയ രാജ്യം, തായ്വാൻ എന്ന ഒരു മെട്രോ നഗരത്തിൻ്റെ മാത്രം ജനസംഖ്യ ഉള്ള രാജ്യം ഇന്ത്യയെ മറികടന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. തായ്വാൻ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം ഏകദേശം $4.95 ട്രില്യൺ മാറി എന്നുള്ളതാണ്. ഇന്ത്യയുടേത് $4.92 ട്രില്യൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. AI മേഖലയിൽ, സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ അതിവേഗം മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉയർച്ചയിലേക്ക് തായ്വാൻ എത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ IT മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിറ്റൊഴിക്കലും മറ്റും നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇവിടെയാണ് തായ്വാൻ എന്ന ചെറു രാജ്യം വലിയ കുതിപ്പുചാട്ടം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കണം, $77.95 ട്രില്യൺ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ് റാങ്കിങ്ങിൽ ഒന്നാമത് എന്നുള്ളത്. എത്രയോ വലുതാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയും തായ്വാനെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ചൈനയുടേത് കേവലം വിപണി മൂല്യം $15.6 ട്രില്യൺ എന്ന് ഓർക്കണം. ഒപ്പം $8.7 ട്രില്യൺ ജപ്പാനാണ് മൂന്നാമത്. അങ്ങനെ ഇത്തരത്തിലുള്ള വലിയ അസന്തുലിതാവസ്ഥ നമ്മുടെ സമ്പദ് മേഖലയിലുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് തായ്വാൻ്റെ മുന്നേറ്റം. സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ വലിയ ആധിപത്യം ഉയർത്തുകൊണ്ടുള്ള തായ്വാൻ്റെ മുന്നേറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി നടത്തുന്ന ആ മുന്നേറ്റം സെമി കണ്ടക്ടർ കമ്പനികളുടെ ഓഹരി വിപണിയിൽ ആഗോള നിക്ഷേപകർ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇതൊക്കെയാണ് തായ്വാനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് വിപണി മൂല്യത്തിൽ ഏറ്റവും മുന്നിലെത്താൻ സാധിക്കുന്നത്. അത് ഇന്ത്യക്കും ചില സൂചനകൾ നൽകുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ബക്രീദിനോ മറ്റേതെങ്കിലും ദിവസമോ ഒരിടത്തും പശുക്കളെയോ കന്നുകുട്ടികളെയോ കശാപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. DGPക്കും സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിന്ദു മക്കൾ കക്ഷി യുവജന വിഭാഗം സെക്രട്ടറി K. സൂര്യ എന്ന സൂര്യ പ്രശാന്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ കാലം മുതൽ പശുവിനെ ആരാധിക്കുന്നു. പല മുസ്ലിം രാജാക്കന്മാരും ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഗോസംരക്ഷണം ഗാന്ധിജി ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കണ്ടൻഷൻസ് ആണ് കോടതിക്ക് മുന്നിൽ ഹർജിക്കാരൻ വെച്ചത്. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ബൈജൂസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിനെ പോലും സ്പോൺസർ ചെയ്ത ഒരു വലിയ ഇന്ത്യൻ നിക്ഷേപകനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ബൈജു രവീന്ദ്രന് സിംഗപ്പൂർ കോടതി ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. 6 മാസത്തെ തടവിനാണ് കോടതി അലക്ഷ്യ കേസിൽ ഈ ഒരു ശിക്ഷയിലേക്ക് ബൈജു രവീന്ദ്രൻ എത്തുന്നത്. ഉടൻ കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏകദേശം 68 ലക്ഷം രൂപ ഉടനടി കെട്ടിവെക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്വന്തം ആസ്തികൾ സംബന്ധിച്ച് 2024 ഏപ്രിൽ മുതൽ കോടതി പുറപ്പെടുവിച്ച ഒട്ടേറെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബൈജു തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം ബൈജു എവിടെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ ബൈജുവിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും അത് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടതാണെന്നും ഇതിപ്പോൾ എങ്ങനെയാണ് ഈ കോടതി വിധി വന്നത് എന്നതിനെക്കുറിച്ച് ധാരണയില്ല എന്നാണ് ബൈജു വ്യക്തമാക്കുന്നത്. ഏകദേശം 11,500 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ബൈജുവിനെതിരെ കേസുകളുണ്ട്.
ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് ആ സ്ഥാപനം. അതിൻ്റെ ആസ്തി ഒക്കെ ഏതാണ്ട് 4 വർഷം കൊണ്ട് $22 ബില്യൺ നിന്ന് വെറും 0 കൂപ്പുകുത്തുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഒപ്പം നിരവധി നിയമ പോരാട്ടങ്ങൾ കൂടി ബൈജു ഇപ്പോൾ നേരിടുകയാണ് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി അസം മാറുകയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് അസമിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡ് ബില്ല്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബഹുഭാര്യാത്വം നിരോധിച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യം, ഒന്നിലധികം പങ്കാളികളെ വിവാഹം കഴിക്കുന്ന രീതി ഇനി അസമിൽ നടക്കില്ല. വിവാഹം കഴിക്കാതെയുള്ള ഒരുമിച്ചുള്ള ലിവ് ഇൻ റിലേഷൻഷിപ്പിനും നിയമപരമായ രജിസ്ട്രേഷൻ അസം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതുവഴി പങ്കാളികൾക്കും ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കും നിയമപരമായ സംരക്ഷണവും അവകാശങ്ങളും ലഭിക്കും എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ വിവാഹപ്രായം എല്ലാ മതവിഭാഗങ്ങൾക്കുമായി ഏകീകരിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സുമായി നിശ്ചയിച്ചിരിക്കുന്നു. ഒപ്പം സ്ത്രീകൾക്ക് കുടുംബസ്വത്തിൽ തുല്യമായ അവകാശം ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ലിലൂടെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ ഇപ്പോൾ പാണക്കാടെത്തി എന്നുള്ള വിവരമുണ്ട്. അല്പസമയം മുമ്പാണ് സതീശൻ പാണക്കാട്ടേക്ക് എത്തിയത്. CV അനുമോദുണ്ട്. അനുമോദ, വിവരങ്ങൾ. രഞ്ജിത്ത്, മുഖ്യമന്ത്രിയായ ശേഷമുള്ള വി.ഡി. സതീശന്റെ പാണക്കാട്ടേക്കുള്ള ആദ്യ സന്ദർശനമാണെന്ന്. അത് വലിയ പെരുന്നാളിന്റെ ദിവസമായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഏറെ സന്തോഷമുള്ള സാഹചര്യമാണ്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാട് എത്തിയത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും അതേപോലെ PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്നിവർ ചേർന്ന് സതീശനെ സ്വീകരിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഉള്ളിൽ കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ലീഗിൻ്റെ ഒരു സമ്മർദ്ദം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ നിർബന്ധിതരാക്കിയതെന്നും നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായി വി.ഡി. സതീശന് വലിയ ആത്മബന്ധമുണ്ട്. വി.ഡി. സതീശന്റെ ആദ്യ സന്ദർശനം, മുഖ്യമന്ത്രിയെ ശേഷമുള്ള ആദ്യ സന്ദർശനം, അതുകൊണ്ട് തന്നെ വലിയ പെരുന്നാളിൻ്റെ ദിവസമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ വി.ഡി. സതീശന്റെ സന്ദർശനം മുൻനിർത്തി ഒരുപാട് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ തന്നെ പാണക്കാട് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ലീഗ് നേതാക്കളും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പുറത്തിറങ്ങും. ഒരുപക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശരി, അനുമോദ. ഇപ്പോൾ സൗദിയിൽ നിന്ന് മടങ്ങിയെത്തിയ അബ്ദുൾ റഹീം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നമ്മൾ ഒരു വേളയിൽ നമ്മൾ അന്തിച്ചു നിന്ന് പോയ നമ്മുടെ ഫണ്ട് റൈസിംഗ് വളരെ ഭംഗിയായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ച അതിമനോഹര നിമിഷങ്ങളായിരുന്നു. അദ്ദേഹത്തോടും അതുപോലെ തന്നെ റഹീമിന്റെ സഹോദരൻ നസീർ, അതുപോലെ ഇവിടെയുള്ള റഹീമിന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾ, പിന്നെ മുഹമ്മദ് ജവാദ് തുടങ്ങി എല്ലാവരോടുള്ള അഗൈതവമായ നന്ദിയും മറ്റ് കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. റഹീമിന് നിങ്ങളോട് ഒരുപാട് പറയാനുണ്ട്, കൂടുതൽ പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. റഹീമിനെ സംബന്ധിച്ച് 2 പതിറ്റാണ്ടിന് ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയയുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട പ്രവർത്തകർ വളരെ അദ്ദേഹത്തിന് ആവശ്യമായ സമയം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ റഹീമിന് അതുപോലെ തന്നെ ബോച്ചെ സാറിന് ഈ മൈക്ക് കൈമാറുകയാണ്. ഇവിടെ കമ്മിറ്റിയുടെ നമ്മുടെ അബ്ദുറഹീം സഹായ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സുരേഷ്, ജനറൽ കൺവീനർ PK ആലിക്കുട്ടി മാസ്റ്റർ, അതുപോലെ തന്നെ ട്രഷറർ ദിനീഷ്, അതേപോലെ ഇവിടെ നമ്മുടെ പ്രാദേശിക കമ്മിറ്റിയുടെ പ്രിയങ്കരായ ഭാരവാഹികൾ, ഈ നാട്ടുകാർ മുഴുവൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഈ ഫണ്ട് റൈസിംഗ് ഇതേപോലെയുള്ള ആവേശകരമായ ഈ ഒരു നിമിഷത്തിൽ അന്ന് നമ്മൾ ഊണും ഉറക്കൊഴിഞ്ഞത് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയുടെ ആനുകൂല്യം പറ്റി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഞങ്ങളുടെ ഈ സഹായത്തിന് വേണ്ടി, ഞങ്ങളുടെ ഈ കൈക്കോർക്കലിന് വേണ്ടി ലോകത്ത് മുഴുവൻ ഈ സന്ദേശം പടർത്തിയത് നിങ്ങളാണ്. നിങ്ങളോടുള്ള കടപ്പാട് എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കലും ഞങ്ങൾക്കറിയില്ല. വാക്കുകൾക്ക് അതി ഇടവേള.
വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഭക്ഷണപ്രിയർക്കായി വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കുന്നതിൽ സ്പെയിൻകാർ എപ്പോഴും മുന്നിലാണ്. എന്നാൽ ലോകത്തെ ഇത്തവണ സ്പെയിൻ ലോകത്തിനായി കാഴ്ചവെച്ചത് വ്യത്യസ്തമായൊരു ഭക്ഷ്യമേളയാണ്. സ്പാനിഷ് നഗരമായ ലെയ്ഡയിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചുതീറ്റ ഉത്സവമായ ലാപ്പെക്സ് ഡെൽ കരാഗോൾ സമാപിച്ചപ്പോൾ ഏതാണ്ട് 14,000 കിലോ ഒച്ചുകളാണ് വിറ്റുപോയത്. മെയ് 22 മുതൽ 24 വരെ നടന്ന 3 ദിവസം നീണ്ട ഉത്സവത്തിൽ പങ്കെടുക്കാനായി പ്രദേശവാസികൾ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം പേർ എത്തിയിരുന്നു. ഇവരാണ് ഒച്ചുകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയത്. ഇവിടുത്തെ പരമ്പരാഗത വിഭവമാണ് ഒച്ചുകൾ. താൽക്കാലിക സ്റ്റോളുകൾ, ഭീമാകാരമായ പാത്രങ്ങളിലൊക്കെ ഒച്ചുകൾ ഇങ്ങനെ പാചകം ചെയ്യപ്പെടുന്ന കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണപ്രേമികൾ ഒത്തുകൂടിയാണ് ഈ കൂട്ടായ്മയെ സമ്പന്നമാക്കിയത്. അങ്ങനെ ഒച്ചുകളുടെ ഒരു കേന്ദ്രമായി ഈ മേള മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒച്ചുകളുമായി ബന്ധപ്പെട്ട ചില വിഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒച്ചുകളെ തിരുന്ന ആരാണ് എന്നത് കണ്ടെത്താനുള്ള ഒരു മത്സരവും ഇതിനിടയിൽ നടന്നു. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം ദൃശ്യം 3 ഇപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ഫ്രാഞ്ചൈസികൾ ഒന്നായി മാറിയിരിക്കുകയാണ്. 3ാം ഭാഗവും ഇപ്പോൾ 150 കോടി രൂപ കളക്ഷൻ കടന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അമേരിക്കയിലും യു എസിൽ തരംഗമായി ദൃശ്യം മാറുകയാണ്. ഏതാണ്ട് 9.5 കോടി രൂപ, 10 കോടി കടന്നു ദൃശ്യത്തിൻ്റെ അമേരിക്കയിലെ മാത്രം കളക്ഷൻ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാള സിനിമയിൽ എല്ലാവരും കാത്തിരുന്ന സിനിമ, ഒപ്പം അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിലും വമ്പൻ ഹിറ്റാണ് ഈ സിനിമ എന്ന് മനസ്സിലാക്കണം. ഒപ്പം ഇതിൻ്റെ ദൃശ്യത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഒക്ടോബർ 2 റിലീസ് ചെയ്യും എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ താജ്മഹൽ സന്ദർശനമാണ് കഴിഞ്ഞ സന്ദർശനത്തിനിടെ ഉണ്ടായത്. ഇതിൻ്റെ ചിത്രം മാർക്കോ റൂബിയോ തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ചിരുന്നു. ഈ പ്രശസ്തമായ താജ്മഹലിലെ ബെഞ്ചിലിരുന്ന് ഭാര്യ ജീനറ്റിനൊപ്പം എടുത്ത ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാർക്കോ റൂബിയോ പങ്കുവച്ചത്. പക്ഷേ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരികയാണ്. താജ്മഹലിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ വാസ്തുവിദ്യയെക്കുറിച്ചോ റൂബിയോയ്ക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ആ ചിത്രം പകർത്താൻ മുതിരില്ലായിരുന്നു എന്നാണ് ഹൈദരാബാദിലെ ഇറാനിയൻ കോൺസുലേറ്റിൻ്റെ പരിഹാസം. ഒരു മുഗൾ ചക്രവർത്തി തൻ്റെ പേർഷ്യൻ വംശജയായ ഭാര്യയോടുള്ള സ്നേഹസ്മരണയ്ക്കായി നിർമ്മിച്ച ഈ സ്മാരകത്തിന് പിന്നിൽ ഇറാനിയൻ വാസ്തുശില്പികളുടെ പ്രതിഭയാണെന്നാണ് ഇറാൻ്റെ അവകാശവാദം. ഇറാൻ സംസ്കാരത്തെ തുടച്ചു നീക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയുടെ ഒരു പ്രതിനിധി ഇങ്ങനെ ഇറാൻ ശില്പികൾ നിർമ്മിച്ച ഒരു സൃഷ്ടിക്ക് മുന്നിൽ ഇത് ചിത്രമെടുക്കുന്നതാണ് ഇരട്ടത്താപ്പ് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. കുറ്റവാളികളെ ഭയപ്പെടുത്തുന്നതിനായി പുതിയ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് ബംഗാളിലെ പോലീസ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗാൾ പോലീസ് പിടികൂടുന്ന കുറ്റവാളികളെ അർദ്ധനഗ്നരായി നോർത്ത്, സൗത്ത്, സെൻട്രൽ ഹൗറയിലെ തെരുവുകളിലൂടെയാണ് അവർ നടത്തിക്കുന്നത്. മെയ് 4 ബംഗാളിൽ ഭരണം മാറിയത് മുതൽ അറസ്റ്റിലാകുന്ന എല്ലാ കുറ്റവാളികളെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഭീതി പരത്തി അവർ വാണ്ടിരുന്ന അതേ പ്രദേശങ്ങളിലൂടെ, അതേ തെരുവുകളിലൂടെ പോലീസ് അർദ്ധനഗ്നരായി നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകളെ കാണുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇവർ നടത്തുമ്പോൾ ആ ഭയം പൂർണ്ണമായും മാറിപ്പോകണം എന്നുള്ളതാണ്. അങ്ങനെ അപമാനിതരായ കുറ്റവാളികളെയാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ഇതിന് ഉദാഹരണമായി നോർത്ത് ഹൗറയിലെ കുപ്രസിദ്ധ ഡോൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആകാശ് സിംഗിനെ തലമുണ്ടനം ചെയ്താണ് സ്ലീവ്ലെസ് മാത്രം ധരിപ്പിച്ച് പോലീസ് തെരുവിലൂടെ നടത്തിച്ചത്. ഇയാൾ കുറ്റകൃത്യം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ ഇയാളെ ഇത്തരത്തിൽ പോലീസ് നടത്തിക്കുകയും ഇയാളെ കാണിക്കുകയും ചെയ്തു. പശ്ചിമബംഗാളിൽ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. 400 പ്രത്യേക ക്യാൻറ്റീനുകളിലൂടെ 5 രൂപയ്ക്ക് മീൻ കൂട്ടിയുള്ള ഊണ് ലഭ്യമാക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് 3000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകും എന്നും സുവേന്ദു അധികാരി പറഞ്ഞിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വീണ്ടും ചേരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പുതിയ ക്ഷേമ പദ്ധതികളിലൂടെ ജനപ്രിയത കൂട്ടാൻ ഉള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ.
ഇന്ധനവില കൂടുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ്ടും 2 രൂപ കൂട്ടുമെന്ന സൂചനകൾ എണ്ണ കമ്പനികൾ നൽകുന്നു. CNG-യിലടക്കം വലിയ വർധനവ് വന്നിരുന്നു. ഈ ഇന്ധനവില പൂർണ്ണമായും 10 രൂപയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് എണ്ണ കമ്പനികൾക്കുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മറ്റു വാർത്ത, രാത്രിയുടെ മറവിൽ നമ്മൾ ചില ദൃശ്യങ്ങൾ കണ്ടാൽ അത് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി വളരെ വലുതായിരിക്കും. സ്വർണ്ണ നൂൽ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു അതിർത്തി കണ്ടാലോ? ഇൻഡിഗോ വിമാനത്തിൽ കോക്പിറ്റിൽ നിന്ന് പൈലറ്റ് പകർത്തിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ദൃശ്യമാണ് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. പൈലറ്റായ ക്യാപ്റ്റൻ പ്രദീപ് കൃഷ്ണനാണ് ഈ അപൂർവ ആകാശ കാഴ്ച ക്യാമറയിൽ പകർത്തിയത്. ഇരു രാജ്യങ്ങളെയും കൃത്യമായി വേർതിരിക്കുന്ന നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പ്രകാശരേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ വിമാനത്തിലെ യാത്രക്കാരെയും ക്യാപ്റ്റൻ പ്രദീപ് കൃഷ്ണൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചു എന്നുള്ളതാണ്. വിമാനത്തിലെ യാത്രക്കാരും ആ ദൃശ്യത്തിന് സാക്ഷികളായി. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത് ഏറെ സങ്കീർണമായ ഒരു സ്ഥലമാണ്. അവിടെ ഏറ്റവും അധികം സെൻസിറ്റീവ് മേഖലകളായ ഉൾപ്പെടുന്ന അതിർത്തി ആയതിനാൽ അതിശക്തമായ സുരക്ഷാ കാവലുണ്ട്. രാത്രികാലങ്ങളിൽ നുഴഞ്ഞുകയറ്റവും മറ്റും തടയുന്നതിനായി അതിർത്തിയിലുടനീളം വൻതോതിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മഞ്ഞ ഫ്ലഡ് ലൈറ്റുകളാണ് ഈ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവയുടെ തിളക്കമാണ് മുകളിൽ നിന്ന് വിമാനത്തിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. അതാണ് വളരെ ഭംഗിയോടുകൂടി ഒരു അതിർത്തി പങ്കിടുന്ന സ്ഥലത്തെ അത്രത്തോളം പ്രകാശപൂരിതമാക്കുന്നത് എന്നുള്ളതാണ് ചർച്ച. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. തീവണ്ടികളിലെ ഈ ഭക്ഷ്യ സാധനങ്ങളുടെ വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഒരു വീഡിയോ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഇതിന് കാണുന്നത് സമോസ കച്ചവടക്കാരനായ ഒരാളുടെ യുവാവിൻ്റെ വീഡിയോ ആണ്. ഇയാൾ ബാത്റൂമിനടുത്ത് വെച്ച് ഈ സമോസയ്ക്ക് മുകളിൽ കാലെടുത്ത് വെച്ച് ഫോണിൽ സംസാരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ വൈറലാവുകയാണ്. തീവണ്ടിയിൽ വിൽക്കാൻ വെച്ച സമൂസകൾക്ക് മേലെയാണ് ഈ കച്ചവടക്കാരൻ കാല് കയറ്റി വെച്ചിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലെ വാതിലിന് അടുത്ത് നിലത്തായാണ് ഇയാൾ ഇരിക്കുന്നത്. ഈ വീഡിയോ പ്രചരിച്ചതോടുകൂടി ട്രെയിൻ ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശുചിത്വം സംബന്ധിച്ച് വീണ്ടും യാത്രക്കാർക്കിടയിൽ ആശങ്ക വരികയാണ്. ഏത് ട്രെയിനിൽ നിന്ന് പകർത്തിയതാണ്, ആരാണ് ആ വീഡിയോയിലുള്ള കച്ചവടക്കാരൻ എന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എങ്കിൽ പോലും ഈ ഗൗരവമായി തന്നെ ഇപ്പോൾ റെയിൽവേ പരിശോധിച്ചു വരികയാണ്. ഇന്ധനവിലക്കയറ്റം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വിമാന സർവീസുകളും വെട്ടിക്കുറയ്ക്കാൻ വിമാന കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നു. എയർ ഇന്ത്യയും ഇൻഡിഗോയും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുന്നു. എയർ ഇന്ത്യ 15% വരെ സർവീസും ഇൻഡിഗോ 7% വരെ സർവീസുകൾ റദ്ദാക്കുമെന്നാണ് വിവരം. നേരത്തെ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് കമ്പനികൾ അറിയിച്ചിരുന്നു. വ്യോമയാന ഇന്ധന വിലയിലെ റെക്കോർഡ് സാഹചര്യമാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വിമാന കമ്പനികളെ എത്തിക്കുന്നത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ബംഗളൂരു, മുംബൈ, ദില്ലി, ചെന്നൈ തുടങ്ങിയ റൂട്ടുകളിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ 6 മാസത്തിനകം ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര അതിർത്തിയിലുടനീളം ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിക്കും. ബിക്കാനീറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. അത് മാത്രമല്ല, BSFന്റെ പങ്കിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. 15 കിലോമീറ്റർ ആയിരുന്ന BSFന്റെ അധികാരപരിധി 50 കിലോമീറ്റർ ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കള്ളക്കടത്ത്, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ അനധികൃത പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്നും BSFനോട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട്. IPL നിന്ന് ദയനീയമായി പുറത്തായതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ. ബുധനാഴ്ചയാണ് ഹാർദിക്കിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിലെന്ന വിവരം പുറത്തുവന്നത്. സജീവമായി ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്ന ഹാർദിക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പിന്നീട് ഇന്നലെ രാത്രിയോടെ ഈ അക്കൗണ്ട് തിരികെ എത്തുക മറ്റും ചെയ്തു. നമുക്കറിയാം, IPL മുംബൈയുടെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചത് തൊട്ടു പിന്നാലെ ഹാർദിക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ആരാധകർ അക്കൗണ്ട് നോക്കുമ്പോൾ യൂസർ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിച്ചിരുന്നത്. ഹാർദിക് മുംബൈ വിടാനൊരുങ്ങുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഈ വാർത്ത പുറത്തുവന്നത്. മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായതൊക്കെ ഹാർദിക്കിനെ വിവാദത്തിലാക്കിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മുംബൈ ഇന്ത്യൻസിനെ താരം അൺഫോളോ ചെയ്തതും വൻ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില നടപടികൾ, ചില നീക്കങ്ങൾ ഹാർദിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഇത്തവണത്തെ ഹാർദിക്കിന്റെ പ്രകടനവും ഏറെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ മുഴുവൻ കാർഷിക ബിരുദധാരികളുടെയും കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചർ ഓഫീസേഴ്സിന്റെ 44-ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കും. മെയ് 28, 29 തീയതികളാണ് സമ്മേളനം. കേരളത്തിലെ 14 ജില്ലകളിലെയും
1400-ലധികം ഓഫീസർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ പ്രമേയങ്ങൾ, നിയമാവലി ഭേദഗതികളുമായി ബന്ധപ്പെട്ട ചർച്ച, വിരമിച്ച ഉദ്യോഗസ്ഥർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം എന്നിവ നടക്കും. പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരസ്പരം അറിയാത്ത വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് മുന്നിലേക്ക് വേനലവധിക്ക് നടന്ന തമ്പരങ്ങ് എന്ന കൂട്ടായ്മ നൽകിയത് പുതിയ ഊർജ്ജമാണ്. 2 മാസക്കാലമായി നടന്ന് അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ അകമഴിഞ്ഞ പ്രയത്നമായിരുന്നു. ആർക്ക് മുന്നിലും സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന കുട്ടികൾ ആവേശത്തോടെ സംസാരിക്കുകയും പാടുകയും ആടുകയും മറ്റും ചെയ്തു. അവർ കളറിച്ചുവടുകളുടെ അഭ്യാസവും മറ്റും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പാവക്കൂത്ത്, ഓലപ്പുളി കളിപ്പാട്ടങ്ങൾ, കളിമണ്ണിൽ തീർത്ത ശില്പങ്ങൾ, ബലൂൺ കളിപ്പാട്ടങ്ങൾ, വരകൾ, കഥപറച്ചിലുകളൊക്കെ ശ്രദ്ധേയമായി മാറി. ഇന്ന് ക്യാമ്പ് അഭിമാനത്തോടെ അവസാനിക്കുകയാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ടെൻസുമായി KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.